ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടി ശോഭന വീണ്ടും വിവാദത്തിലെത്തിയിരിക്കുന്നു. ഇതുവരെ തൻ്റെ നൃത്തവും അഭിനയവുമായി നടന്നിരുന്ന, നൃത്തത്തിൽ പുതിയ പരീക്ഷണവുമായി വന്നിരുന്ന ശോഭന ഒരു രാഷ്ട്രീയ തിരിവിലും പെട്ടിരുന്നില്ല, ഒരു രാഷ്ട്രീയ വിവാദത്തിലും പങ്കെടുത്തിരുന്നില്ല, ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലും പ്രസംഗിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ശോഭന ഇപ്പോൾ വീണ്ടും വിവാദത്തിൽ ഇട്ടിരിക്കുന്നു. വീണ്ടും വിവാദത്തിൽ എന്ന് പറഞ്ഞാൽ മുമ്പ് വിവാദത്തിൽ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ ശോഭന BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്ന നിമിഷം മുതൽ വിവാദം തുടങ്ങി വെച്ചു എന്നുള്ളതാണ്. അതിലെന്ത് വിവാദമിരിക്കുന്നു എന്ന് ചോദിക്കാം. അവിടെ ശശി തരൂർ മാത്രമല്ലല്ലോ മത്സരിക്കുന്നത്, പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ശശി തരൂരിനെതിരെ എന്ന് പറയാൻ കാരണം? അതിൻ്റെ ചില അന്തർനാടകങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട്, പലർക്കും അറിയാം. അത് വേറൊരു കാര്യം. പക്ഷെ അന്ന് ശശി തരൂർ പറഞ്ഞു, ഇല്ലില്ലില്ല, ശോഭന ഒരിക്കലും എനിക്കെതിരെ മത്സരിക്കുകയില്ല, കാരണം ശോഭന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ളതാണത്. ആ ബെസ്റ്റ് ഫ്രണ്ടായാൽ മത്സരിക്കാതിരിക്കാൻ കഴിയുമോ? ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാമുള്ള കുടുംബം, ആ കുടുംബത്തിൽ തന്നെ മത്സരാർത്ഥികളുണ്ടാവാറില്ലേ? അച്ഛനും മകനും മത്സരിച്ചിട്ടില്ലേ? അമ്മയും മകളും മത്സരിച്ചിട്ടില്ലേ? സഹോദരനും സഹോദരിയും മത്സരിച്ചിട്ടില്ലേ? വ്യത്യസ്ത പാർട്ടികളില്ലേ? അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് മത്സരിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ രാഷ്ട്രീയത്തിൽ തന്നെ ആലോചിക്കുക. ഈ അടുത്ത കാലത്ത് ഇവിടെ AK ആൻ്റണിക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിച്ചൊരു നേതാവ്, മുഖ്യമന്ത്രിയായി, പ്രതിരോധ വകുപ്പ് മന്ത്രിയായി, AICC ജനറൽ സെക്രട്ടറിയായി, അങ്ങനെ വിവിധ രംഗങ്ങളിൽ വിജയിച്ച, അത് കൈക്കൂലി വാങ്ങാത്ത നിസ്വാർത്ഥനായ നേതാവ് എന്ന് പേരെടുത്ത AK ആൻ്റണിയുടെ മകൻ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കുകയാണെന്ന് ആലോചിക്കണം. അവിടെ മകന് എതിരായി നെഞ്ച് പൊട്ടുന്നത് പോലെ അവൻ തോൽക്കണം എന്ന് പറയുന്ന ആൻ്റണി മുഖം കണ്ടു. അപ്പോൾ രണ്ട് പാർട്ടിയിൽ നിൽക്കുന്ന അച്ഛനും മകനും രണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ചത്. അവിടെ മകൻ തോൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ മകൻ എല്ലാ രംഗത്തും വിജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച അച്ഛൻ്റെ നെഞ്ച് ഇടർന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശോഭന മത്സരിക്കില്ല എന്ന്. തരൂർ പറഞ്ഞത് കേട്ടിട്ടാണോ എന്തോ ശോഭന മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ശോഭന താപന വളർന്നു വന്നത് മദ്രാസിലാണെന്ന് ആലോചിക്കണം. മദ്രാസിൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ്. 19-ാം തീയതി അവിടെ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പായ മദ്രാസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശോഭന BJPക്കാരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചെന്നൈയിൽ ഇന്നത്തെ ദിവസമെങ്കിലും BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങാതിരിക്കുന്നത് ഒരു ചോദ്യം വരും. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊല്ലത്ത് BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കൃഷ്ണകുമാർ ഒരു നടൻ കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവിടെ വോട്ട് പിടിക്കാൻ പോകാതിരുന്നത് ചോദ്യം വരും. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രം ഇപ്പോൾ ശോഭന വോട്ട് പിടിക്കാൻ വന്നിരിക്കുന്നു. അതും BJPയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായിട്ടാണ് വോട്ട് പിടിക്കാൻ വന്നിരിക്കുന്നത്. അവിടെ എതിർ സ്ഥാനാർത്ഥികളായി 2 പേരുണ്ട്. അവിടെ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും. ശശി തരൂർ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് ശോഭനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് എടുത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ചോദിക്കാൻ കാരണമുണ്ട്. കേരളീയം എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ശോഭന ഇവിടെ വന്നതാണ്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവരുണ്ടായിരുന്നു, കമലഹാസൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. അന്ന് മലയാളികൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഈ നടി, ദേശീയ അവാർഡ് നേടിയ ഈ നടി, അഭിപ്രായ വ്യത്യാസമില്ലാത്ത നടി,
നല്ല നടി എന്നുള്ള പേരെടുത്ത ഈ നടി അന്ന് വിചാരിച്ചെല്ലാവരും ഇവരൊരു തമിഴ്നാട്ടുകാരിയാണ്, ജന്മം കൊണ്ടും തമിഴാണ് എന്ന് വിചാരിച്ചിരുന്നത്. അത് പലരും പറഞ്ഞപ്പോൾ അല്ല, ഞാൻ മലയാളിയാണ്, തിരുവനന്തപുരംകാരിയാണ് എന്ന് ഉച്ചത്തിൽ പറയാൻ ശോഭനയ്ക്ക് ഒരു മടിയുണ്ടായില്ല. അങ്ങനെയുള്ളൊരു ശോഭന, തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിരുന്ന ശോഭന ഒരു ഗ്രൂപ്പിലും പെടാതെ, എനിക്ക് വ്യക്തമായിട്ടറിയാം, വ്യക്തിപരമായിട്ടറിയാം, ഒരു ഗ്രൂപ്പിലും പെടാറില്ല, ഒരാളെയും കുറ്റപ്പെടുത്താറില്ല. അഭിനയിക്കാൻ വന്നാൽ അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും കൊച്ചു കൊച്ചു തമാശകൾ ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ മതി, അല്ലാതെ തൻ്റെ കാര്യം മാത്രം നോക്കി നടന്നിരുന്ന ആ ശോഭനയ്ക്ക് ഇപ്പോൾ ശശി തരൂരിനെതിരെ പ്രസംഗിക്കാനും തോൽപ്പിക്കാനുമുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം പലർക്കും മനസ്സിലായാലും ഞങ്ങൾ കുറച്ച് പേർക്കറിയാം. കാരണം തീർത്താൽ തീരാത്തൊരു വേദനയും ദേഷ്യവും ശത്രുതാ മനോഭാവവും ശോഭനയ്ക്ക് ശശി തരൂരിന് ഉണ്ട് എന്നുള്ളത് രഹസ്യമായ ഒരു സത്യമാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കാം മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോഴും ശോഭനയുടെ പുറകിൽ നിന്നുകൊണ്ട് ചിലരൊക്കെ നിർബന്ധിച്ച് അവിടെ പ്രധാനമന്ത്രി വരുന്നു, പ്രധാനമന്ത്രിയെ കാണണം, ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന് വരെ വോട്ട് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കണമെന്ന് ആലോചിക്കണം. പലരും ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ശോഭനയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ഓരോരുത്തരും വ്യക്തിപരമായ താല്പര്യമാണ്. ഇവിടെ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാണല്ലോ, കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണല്ലോ. കാരണം BJPയുടെ ഒരു അനിഷേധ്യ നേതാവായി അഖിലേന്ത്യാ തലത്തിൽ വളർന്നു കഴിഞ്ഞ ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന് ചോദിക്കും. അപ്പോൾ ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ. അദ്ദേഹം ഒരു നടനാണ്, പ്രശസ്ത നടനാണ്, BJPയുടെ കാൻഡിഡേറ്റാണ്. അങ്ങനെയുള്ള ഈ സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ ശോഭന പോയിട്ടില്ല. അവരൊരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണെന്ന് ആലോചിക്കണം, നല്ല ബന്ധമാണെന്ന് ആലോചിക്കണം, നല്ല സഹോദരതുല്യമായ ബന്ധമാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ശോഭന പോയിട്ടില്ല. കൃഷ്ണകുമാറിന് വേണ്ടി പോയിട്ടില്ല, തമിഴ്നാട്ടിൽ പോയിട്ടില്ല, മറ്റു പല സ്ഥലങ്ങളിലും പോകാതെ ഒരേ ഒരു വ്യക്തിയെ എതിർക്കാൻ വേണ്ടി, ഒരേ ഒരു വ്യക്തിയേക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ശോഭന തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളതിൻ്റെ രഹസ്യം പലർക്കും അറിയണം. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞങ്ങൾ ആ രഹസ്യം എന്തായാലും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ശോഭനയെ സംബന്ധിച്ച് അങ്ങനെ കുറേ രഹസ്യങ്ങളൊന്നുമുള്ളതല്ല. അവരുടെ ലക്ഷ്യം നൃത്തത്തിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തണം എന്നുള്ളതാണ്. നൃത്തത്തിൽ കുറേ ചുവടുകൾ, രാഗങ്ങൾ ഉണ്ടാക്കണം. എന്തെല്ലാം പരീക്ഷണങ്ങൾ അവർ നൃത്തത്തിലുണ്ടാക്കി. അവർ നടി എന്ന നിലയിൽ ഇന്ത്യയിലെ നല്ല നടികളിൽ ഒരുവളെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിലെ നല്ല നർത്തകികളിൽ മികച്ച നർത്തകികൾ ഒരാളാണ് എന്ന രീതിയിലേക്ക് ശോഭന വളർന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള കലാകാരി രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം അവർക്കറിയില്ല രാഷ്ട്രീയം. അറിയാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ പുറകെ ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ വർക്ക് ചെയ്യാൻ വന്നു, രാജീവ് ചന്ദ്രൻ അനുകൂലമായി വർക്ക് ചെയ്യാൻ വന്നുള്ള ചോദ്യം ഉയരുമ്പോൾ വ്യക്തമായും സത്യസന്ധമായും അതിന് ഉത്തരം പറയേണ്ടത് ശോഭന തന്നെയാണ്. കാരണം മലയാളികൾക്ക് അത്രയും പ്രിയങ്കരിയാണ് ശോഭന എന്നുള്ള നടി എന്നലേക്കണം. ആ നടി ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഈ സത്യം വിളിച്ചു പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.